നമ്മൾ സംസാരത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതിൻ്റെ തുടർച്ച എന്നോണം ഒരു അല്പകാര്യമാണ് ഇന്ന് പറയുന്നത്. ഇവിടെ സൈക്കോകളായ ചില സ്ത്രീകളുണ്ട്, പുരുഷന്മാരുമുണ്ട്. പക്ഷേ നമ്മൾ പുരുഷന്മാരെ കുറിച്ചാണ് അധികം കേൾക്കാറ്, സ്ത്രീകളെക്കുറിച്ച് നമ്മൾ കേൾക്കാറില്ല. ഈ അടുത്ത കാലത്ത് ഒരു വാർത്തയിൽ നമുക്ക് ഗൾഫ് രാജ്യത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അവളെ ഭയങ്കരമായി ഉപദ്രവിക്കുന്ന, ബെൽറ്റ് കൊണ്ടൊക്കെ അടിച്ച് അങ്ങനെ ഭയങ്കരമായി ഉപദ്രവിക്കുന്ന ഒരു പുരുഷനായിരുന്നു ഭർത്താവ്. അവസാനം അവൾ ആത്മഹത്യയിലാണ് അഭയം കണ്ടെത്തിയത്. അങ്ങനെയുള്ള പല സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. അവളെ ഉപദ്രവിക്കുക, സിഗരറ്റ് കൊണ്ട് കുത്തിവെക്കുക, അല്ലെങ്കിൽ പിന്നെ ചില ആളുകൾ അത് എന്തുകൊണ്ടെന്നങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ പല രീതിയിലുള്ള വീഡിയോസുകളും പിന്നെ പല രീതിയിലുള്ള പിന്നെ പോർണോഗ്രാഫി എന്തായാലും പറയാം അതുപോലുള്ള സൈറ്റുകൾ കാണുകയും അത് 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 നമുക്കറിയാം. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ തന്നെ പറയുന്നത് അതിനുമായി ബന്ധപ്പെട്ട് വലിയൊരു വീഡിയോ ഞാൻ പണ്ട് ചെയ്തിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അത് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധാരണ വീഡിയോകൾ, സാധാരണ നോർമലി സെക്സ് ചെയ്യുന്ന വീഡിയോകൾ ചെയ്താൽ അത് കണ്ട് 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 ഇതാകുന്ന ഒരു വ്യക്തി പിന്നീട് നമ്മൾ അത് ഒരു ഉദാഹരണം പറയാറുള്ള ഒരു സാധാരണ വാഹനം ഓടിക്കുന്ന വ്യക്തി ഒരു BMW ഓടിക്കുകയെന്ന് വെക്കുക. അപ്പോൾ ഭയങ്കര ഒരു ആവേശവും ഇൻട്രസ്റ്റൊക്കെ അവന് കിട്ടും. അവസാനം BMW തന്നെ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരു വ്യക്തി അത് ഓടിച്ച് അവനക്കൊരു ഒരു ഒരു ഡോപ്പം ഒരു ഇത് കിട്ടില്ല അവന്. അപ്പോൾ എന്തൊക്കെ അതിനും വലിയൊരു വണ്ടിക്ക് വലിയ വാഹനം അവൻ ആഗ്രഹിക്കും. അതുപോലെയാണ് ഇതെന്നാണ് ഇതിനെക്കുറിച്ച് പഠനങ്ങൾ പറയുന്നത്. അതായത് ചെറിയ സാധാരണ വീഡിയോകൾ കണ്ടാൽ അവർക്കൊരു ഹരമോ ഇതും കിട്ടില്ല. എന്നിട്ട് അവർ പറയുക അത് മില്യൺ കണക്കിന് ഡോളറിൻ്റെ ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്, അത് വലിയൊരു ബിസിനസ്സാണ്. അപ്പോൾ അവിടെ അവർ പറയുന്നത് ഇത് സാധാരണ വീഡിയോകൾ ചെയ്താൽ ആളുകൾക്കത് ഡോപ്പമൈൻ ഉണ്ടാവില്ല. പിന്നീട് വീണ്ടും വീണ്ടും തുടർന്ന് കാണുമ്പോൾ നമുക്കറിയാം, ഒരു പുസ്തകം നമ്മൾ വായിച്ചൊരു വീഡിയോ നമ്മൾ കണ്ടു, ഒരു മൂവി കണ്ട ആളുകൾക്ക് അറിയാം. മൂവി കാണുന്ന എൻ്റെ സംസാരം കാണുന്നവർ അങ്ങനെയുള്ള വീഡിയോകൾ കാണുന്ന ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇവിടെ സാധാരണ നമ്മളൊരു സിനിമ കണ്ടാൽ വീണ്ടും കാണാൻ നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം കാണാം, ഓക്കെ. പിന്നെ നമുക്ക് കാണുമ്പോൾ എന്തുണ്ടാവും, ഒരു രസം ഉണ്ടാവില്ല, നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടില്ല. അതേപോലെയാണ് മറ്റുള്ള അങ്ങനെയുള്ള പോർണോഗ്രാഫി വീഡിയോകൾ ഇവിടെ സംഭവിക്കുന്നത്. തുടർന്ന് വീണ്ടും കാണുമ്പോൾ അവർ പറയാണ്, ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ അവർ പറയാണ്, അവർ നിർബന്ധിതരാവുകയാണ് എന്തിന്, ക്രൂരമായ വീഡിയോകൾ ചെയ്യാൻ. ആ ഒരു പെൺകുട്ടിയെ ക്രൂരമായ രീതിയിൽ പിന്നെ പറയുന്നതിന് പരിധികളുണ്ട് ചിലത്. ചിലപ്പോൾ കുട്ടികളൊക്കെ കാണുകയാണെങ്കിൽ ഇമോഷണലി ഇതാകരുതെന്ന് കൊണ്ട് പറയാം. പക്ഷെ അങ്ങനെ അവർ നിർബന്ധിതരാകരുത്, മോശമായ അങ്ങനെ മൃഗീയമായ വീഡിയോകൾ ചെയ്യാൻ, വളരെ പിന്നെ ക്രൂരമായ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി അവർ നിർബന്ധിതരാവുകയാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അവർ തന്നെ പറയാം വലിയ ഡോളറിൻ്റെ ബിസിനസ്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള പുരുഷന്മാർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സമൂഹത്തിൽ. ഈ അടുത്ത കാലത്തൊരു ഡൈവോഴ്സ് നടന്നപ്പോൾ കുടുംബത്തിലെ ആളുകളൊക്കെ വന്ന് സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടിയോട് ചോദിച്ചു, എന്തൊരു കുറവാണ് അവനുള്ളത്, അവൻ എത്ര സുന്ദരനാണ്, എത്ര നല്ല മനുഷ്യനാണ്, നിങ്ങളുടെ എത്ര ഇടപഴകിയ. കുടുംബക്കാർക്കൊക്കെ ഭയങ്കര വിരോധം. കുടുംബക്കാർക്ക് പറയാൻ, നിങ്ങൾ ഒന്നിച്ചെന്നെ ജീവിക്കണം, എത്ര നല്ല മനുഷ്യനാണ്, കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്, നല്ല സ്വഭാവമുള്ള വ്യക്തിയാണ്, ആളുകളോട് നല്ല ഭംഗി ഇടപഴകുന്ന വ്യക്തിയാണ്. അവസാനം ഈ പെൺകുട്ടി മറച്ചു വെച്ചിരിക്കുകയാണ്, കാരണം ബെഡ്റൂമിൽ ഉപദ്രവിക്കുകയാണ് ഈ പുരുഷൻ. അവസാനം അവർ തൻ്റെ ഭർത്താവിൻ്റെ മാതാവിനെ റൂമിൽ കൂട്ടിക്കൊണ്ടിട്ട് തൻ്റെ വസ്ത്രങ്ങൾ അയച്ച് കാണിച്ചു കൊടുത്തു, തൻ്റെ പുറത്തൊക്കെ മർദ്ദിച്ചതിൻ്റെ പാടുകൾ. പിന്നീട് അവരൊന്നും ആരും പറഞ്ഞില്ല എന്നാണ്. അപ്പം അങ്ങനെ പുറത്തൊക്കെ കാണുമ്പോൾ നല്ലൊരു മനുഷ്യനായിരിക്കും ചില ആളുകൾ. അപ്പോൾ പക്ഷേ ബെഡ്റൂമിൽ തൻ്റെ ഭാര്യയെ ഉപദ്രവിക്കുക, ഇതൊക്കെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരസ്പര പൂരകമായ ജീവിതത്തിൽ 100ഓളം ആളുകളാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടതുകൊണ്ട് ഇത്രയും വലിയൊരു സദസ്സോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒത്തിരി ആളുകൾ ഈ ഹാളിൽ കൂടെ എങ്ങനെ ഉണ്ടാവും, മൊത്തം ആളായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരസ്പരമുള്ള ഒരു നല്ലൊരു സുഖവും സന്തോഷവും സമാധാനം അതിൽ ഒരു സെക്സിലൊക്കെ കിട്ടണമെങ്കിൽ പരസ്പരം അറിയുകയും അവരവരുടെ ഇഷ്ടങ്ങൾ അവരവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കണം. എന്താണ് അവർക്ക് ഇഷ്ടം, എന്താണ് ഇഷ്ടം, ഇങ്ങനെ സംസാരത്തിലൂടെയുള്ള ഇത് ആദ്യം ഉണ്ടാകണം. നല്ലൊരു ബൗണ്ട് സൃഷ്ടിക്കണം നല്ലൊരു സംസാരത്തിലൂടെ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറയാറുള്ളത്, നിങ്ങൾ ആ രാവിലെ മുതലേ നല്ല അടുപ്പത്തിലും ഒതുക്കത്തിലും നല്ല ബന്ധത്തിലാണെങ്കിൽ ആ രാത്രി മനോഹരമായിരിക്കുമെന്ന്. പലപ്പോഴും നിങ്ങൾക്കത് മനസ്സിലാകും. ആദ്യം നാളുകളിലുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയ ആളുകൾക്കത് മനസ്സിലാകും എങ്ങനെയാണ് രാത്രി സുഖവും സുന്ദരമാകുന്നതെന്ന് വെച്ചാൽ പകലുള്ള ആ ഒരു ബന്ധമാണ്. അതേപോലെ ചില പുരുഷന്മാരുണ്ട്, ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവർ പിന്നെ സൈക്കോ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. സൈക്കോ അത് മാറണമെങ്കിൽ നിങ്ങൾ നല്ലൊരു പിന്നെ ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റോ അതുമായി ബന്ധപ്പെട്ട് നല്ല നല്ല ആളുകളെ കാണുകയും അത് ആ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. വേറൊരു വഴിയില്ല, മാറ്റം വരുത്താതെ ഒരു വഴിയില്ല. കാരണം ഡിവോഴ്സിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കും അത് പോകും. അതേപോലെ ഇങ്ങനെയുള്ള വീഡിയോകൾ എന്തുകൊണ്ട് പുറത്തുനിന്ന് പല ആളുകൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, മറ്റു പല രാജ്യങ്ങളിലും വിവസ്ത്രരായ പെൺകുട്ടികളുണ്ട്, അവർക്ക് നടക്കുന്നതിനോ പോകുന്നതിനോ ഒരു കുഴപ്പമില്ല, അവിടെ ഒരു പീഡനമില്ല. അതുപോലെ മതമില്ല എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്, അവിടെ ഒരു പീഡനങ്ങളുമില്ല.
ആ പീഡനങ്ങളിൽ നിങ്ങൾ പറയുന്നവർ മാത്രം പറയാണ്. പക്ഷേ അവരാഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ നാടുകളിൽ ഉണ്ടാകണമെന്നാണ് ഈ തെണ്ടികൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് വലിയ ദോഷത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ അപകടകരങ്ങൾ നമ്മൾ അറിയാത്തത് കൊണ്ടും പഠിക്കാത്തത് കൊണ്ടുമാണ്. വെറുതെ ഒരു ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക ഓരോ നാട്ടിനെ കുറിച്ച് അവസ്ഥ. ആരെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോകൾ കണ്ടുകൊണ്ട് മാത്രം അറിവ് പൂർണ്ണമാകണമെന്നില്ല. അതുപോലെ കള്ളമാണ് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നതും സത്യത്തിനേക്കാൾ മുമ്പേ. അത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ചില ആളുകൾ ഈ മോശപ്പെട്ട വീഡിയോസ്, ഡാൻസ് ഇങ്ങനെ ഉള്ള ഷോർട്സ് വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, പലപ്പോഴും പെൺകുട്ടികൾ അർദ്ധനഗ്നരായി നൃത്തം ചെയ്യുന്ന രംഗങ്ങൾ. ചില ആളുകൾ പറയും അതൊന്നും കണ്ടാൽ നമുക്കൊന്നും തോന്നുന്നില്ല, നിരന്തരമായി കണ്ടാൽ നമുക്കൊന്നും തോന്നില്ല. അത് തോന്നണമെങ്കിൽ അത് എന്തെങ്കിലും ഒരു പ്രാവശ്യം കണ്ടവനോട് ചോദിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുസ്തകം. പണ്ടൊക്കെ നമുക്കറിയാം, പണ്ടൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള പുസ്തകങ്ങളായതുകൊണ്ട് ഇതുപോലെ വീഡിയോകൾ കാണുക, മൊബൈലുണ്ട് ഉപയോഗിക്കാവുന്നില്ലല്ലോ. അപ്പോൾ നമുക്കറിയാം ചെറുപ്പകാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലും പുരുഷന്മാരാണെന്ന് കാണുന്നെങ്കിൽ എന്തെങ്കിലും ഒരു അർദ്ധനഗ്നായ ഒരു പിക്ചർ, അതായത് ഈ വീക്കിലികളിലൊക്കെ വരുന്ന ഫോട്ടോകൾ മാത്രം ഭയങ്കരമായി സ്വാധീനിക്കുകയും ഡോപ്പമിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിക്കുകയും ചെയ്യുന്ന അവസ്ഥ. നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിനും അതുപോലെ സിറട്ടോണൊക്കെ ഉൽപ്പാദിക്കുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് ഈ ഫോട്ടോ മാത്രം കണ്ടാൽ പണ്ടൊക്കെ. അപ്പോൾ ഇന്ന് ചില ആളുകൾ പറയാം, എന്നിട്ട് വീഡിയോ പോലും കണ്ടാൽ നമുക്കൊന്നും തോന്നില്ല, നിങ്ങൾക്കെങ്ങനെ അങ്ങനെ തോന്നുന്നു, ഒരു ഡാൻസ് കളിക്കുമ്പോഴേക്കും എങ്ങനെ വികാരങ്ങൾ ഉണ്ടാകുന്നു. അതെന്തുകൊണ്ട് നിരന്തരമായി കാണുമ്പോൾ ഉണ്ടായില്ല. നിരന്തരമായ ഒരു സ്ത്രീ അയച്ചിട്ട സ്ത്രീകളെ മൊത്തം കാണുകയാണെങ്കിൽ, അങ്ങനെയുള്ള വീഡിയോകൾ കാണുകയാണെങ്കിൽ പെട്ടെന്നൊരു സ്ത്രീ അയച്ചിട്ട് കണ്ടാൽ എന്തെങ്കിലും തോന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പിന്നീടാണ് ക്രൂരമായ രീതി വരുന്നതും, കുട്ടികളോടുള്ള ആഗ്രഹം വരുന്നതും. പിന്നെ മൃഗങ്ങളോട് ചെയ്യുന്ന ആളുകൾ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പിടിക്കൽ നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പല സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അതുപോലെ ചില ആളുകൾ പറയാറുണ്ട് പുറത്തുനിന്നൊക്കെ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ വീട്ടിലത്തെ ഭക്ഷണത്തിന് രുചിയില്ലെന്ന്. അപ്പം നമ്മൾ അവരോട് പറയാറ്, വീട്ടിലത്തെ ഭക്ഷണം രുചി ഉണ്ടാകണമെങ്കിൽ നീ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കണം. പുറത്തുനിന്ന് ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കുക. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അവരുണ്ടാക്കി തന്ന ഭക്ഷണം ആ 3 നേരം മാത്രം കൃത്യമായിട്ട് 2-3 നേരം കഴിക്കുക. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതേ ഇത് ഞാൻ അർത്ഥം മാറ്റി പറഞ്ഞത് മാത്രം അത് തൻ്റെ ഭാര്യയുമായി, കുടുംബ ബന്ധവുമായി, സ്വകാര്യതകളുമായി ബന്ധിപ്പിക്കുക. മനസ്സിലാക്കേണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി അവളാണ് സൈക്കോ എന്നാണ് നമ്മളെ വിഷയം. അപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി, ഒരു പുരുഷനുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാടുകളിൽ. അപ്പോൾ ഇവൻ വിവാഹം ചെയ്യും. ഇവനാണ് ഈ മറ്റു പല സൈറ്റുകളും കണ്ട് മറ്റേ പ്രശ്നങ്ങളിലൊക്കെ പല സൈറ്റുകളും കണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നമുക്കറിയാം. പക്ഷേ വിവാഹിതയായി അതിന് ശേഷം വിവാഹത്തിൽ ഇവൾ നടത്തുന്നത്, ഇവളാണ് യഥാർത്ഥ സൈക്കോ. ഇവൾ പറയാണ് ശരീരത്തിലെ പല ഭാഗങ്ങളും പിന്നെ നമുക്കറിയാം പരുക്കമായ സ്വഭാവത്തിലൂടെ പെരുമാറാൻ ഭർത്താവോട് ആവശ്യപ്പെടുക. പരുക്കമായ രീതിയിൽ നമുക്കറിയാം, അത് പറയുമ്പോൾ ചില പരിധികളുണ്ട്, പക്ഷേ പരുക്കമായ രീതിയിൽ, അതുപോലെ നിഷിദ്ധമായ രീതിയിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി പറയുന്നു. അങ്ങനെയുള്ള ആളുകളെ അത്ഭുതപ്പെട്ടു പോകും. ഞാനപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതറിഞ്ഞപ്പോൾ ഗൂഗിളിലും ജെമിനിയിലും മറ്റു സെർച്ച് ചെയ്യുകയും നോക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ പറയുന്നത് അങ്ങനെയുള്ള ഇത് സ്വാഭാവികം, നിസ്സാരമായിട്ട് പറയാം, അവർ സ്വാഭാവികം. ഇതങ്ങനെ ഉണ്ടായ സ്ത്രീകൾ നിരവധിയുണ്ട്. ഒരാളുടെ മാത്രം വിഷയമല്ല, പല സ്ത്രീകളും ഇങ്ങനെയുണ്ട്. തങ്ങളെ വേദനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കും? വേണ്ടിനോണ്ടാണ്. സൈറൺ ആണെങ്കിൽ വീഡിയോ കട്ടാവും. സൈറൺ ഇപ്പോൾ മൊബൈലിലൊക്കെ സൈറൺ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാം, അങ്ങനെയുള്ള സ്ത്രീകളുമുണ്ട്. തന്നെ വേദനിപ്പിക്കണമെന്നും തന്നെ ഇങ്ങനെയൊക്കെ പല രീതികളിലുള്ള ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഈ അടുത്ത കാലത്ത് പല പെൺകുട്ടികളുടെ വീഡിയോ നമ്മൾ കാണാറുണ്ട്. നല്ല തട്ടമൊക്കെ ധരിച്ച് നമ്മൾ നല്ല പെൺകുട്ടിയാണെന്ന് തോന്നുന്നവരുടെ വീഡിയോ. ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി വീഡിയോ കണ്ടപ്പോൾ അവർ പറയാണ്, പരസ്പരം ഇങ്ങനെ ഒരു സെക്സ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. അത് പറഞ്ഞിട്ട് അവൾ പറയാണ്, അത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ രസമുണ്ടാവും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ രസമുണ്ടാവും. അപ്പോൾ ഭയങ്കര കമൻറ്റുകൾ, പുരുഷന്മാരുടെ കമൻറ്റിൻ്റെ ഒരു പടയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നവർ ഭയങ്കര വൈറലാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ അതിൻ്റെ ടോപ്പിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യും, നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഇതാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരസ്പരം എന്താണോ ആഗ്രഹം അതനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഒരു പുരുഷനും ഒരു സ്ത്രീ ഞാൻ പറഞ്ഞു വ്യത്യസ്തന്മാരാണ്, അവർക്ക് എന്താണോ പരസ്പരം ആഗ്രഹം അതനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അങ്ങനെ സ്ത്രീകളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു സ്ത്രീ വീഡിയോ ചെയ്തത്, അവൾ പറയാണ് ഈ വായുമായി ബന്ധപ്പെട്ട്, അതായത് പുരുഷൻ്റെ ലിംഗം തൻ്റെ എന്തിനിടുമ്പോൾ ശബ്ദം ഉണ്ടാക്കണം. നല്ലൊരു പെൺകുട്ടി വന്നൊരു വീഡിയോ ചെയ്ത് പറയാൻ. അതുകൊണ്ട് അതായത് ഈ പോർണോഗ്രാഫി സൈറ്റുകൾ കണ്ട്
അതാണ് ശരി, അതാണ് ഇതിന് അതങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് പുരുഷനും ആഗ്രഹം ഉണ്ടാകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അങ്ങനെയല്ല. അതൊക്കെ അവരിങ്ങനെ സിനിമ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ട് വലിയൊരു വീഡിയോ ഉണ്ടാക്കിയാണ് സിനിമ ഷൂട്ട് ചെയ്ത പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പല ആളുകളും പല പുരുഷന്മാരും തൻ്റെ ബെഡ്റൂം ഭാര്യയെ ഉപദ്രവിക്കുന്നു, അതിലൊരു സുഖം കണ്ടെത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോസുകൾ കണ്ട് അതിന് അഡിക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് പലരും അങ്ങനെ ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞ കഥയിൽ ആ പെൺകുട്ടി പറഞ്ഞത് സൂപ്പർ മാർക്കറ്റിലെ ബൊമ്മയെ വാങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ അത്രക്കും ഒരു ഇത് ചെയ്യാത്ത പുരുഷന്മാരുമുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ബൊമ്മയെ വാങ്ങുക, ഒരു യന്ത്ര മനുഷ്യനെ വാങ്ങുക, എന്തിനു വേണ്ടി? വീട്ടിലൊക്കെ ജോലി ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വെച്ചാൽ അത് ശാരീരികമായ ബന്ധങ്ങളില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പലരും ഒരേ വീട്ടിൽ താമസിക്കുമ്പോഴും പലപ്പോഴും ശാരീരികമായ നല്ല ബന്ധങ്ങളില്ലാതെ പോകാറുണ്ട്. അങ്ങനെ ആകരുത് നമ്മുടെ വീടുകളിൽ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതേപോലെ ചില കുട്ടികൾ ചില ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കുടുംബജീവിതത്തിൽ പല ചോദ്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കുട്ടിയാണ് ജനിച്ചത്, എന്താ ഒരു കുട്ടിയെ നോക്കുന്നില്ല, എന്നൊരാളെ നോക്കുന്നില്ല, എന്നൊരാൾ വേണ്ടേ, അങ്ങനെ ആയിരിക്കും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ, എപ്പോൾ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡി ആയിരിക്കണം. പല ഭാഗത്തുനിന്ന് പല ചോദ്യങ്ങളും വരും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, അതുപോലെ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ പല ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. ഒക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സജ്ജമായിരിക്കണം, റെഡി ആയിരിക്കണം. പ്രത്യേകിച്ച് വിവാഹം ചെയ്ത ആളുകൾ, ഒരു കുട്ടിയാണെങ്കിൽ എന്നൊരു കുട്ടി നോക്കുന്നില്ല, എന്താ അങ്ങനെ, അവളോടും ചോദിക്കും അവരോടും ചോദിക്കും ആളുകൾ. അതേപോലെ 2 കുട്ടികളാണെങ്കിൽ നിർത്തുന്നില്ല എന്നാൽ പിന്നെ അടുത്ത ചോദ്യം എന്താ, സമൂഹത്തിന് ബാധ്യതയായ പോലെ കുറച്ച് 2-3 മക്കളുണ്ടാകുമ്പോൾ. അങ്ങനെയല്ല, കൂടുതൽ മക്കളുണ്ടാകുമ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ പറയാറ്, നമുക്ക് ഓരോ കുട്ടികൾ ജനിക്കുമ്പോഴേക്കും നമ്മളെ ജീവിതത്തിൻ്റെ നിലവാരം നോക്കിയാൽ, നിങ്ങൾ കൂടുതൽ മക്കളുള്ളവരെ നിലവാരം നോക്കിയാൽ അവർ നിലവാരം കൊണ്ട് ഉയർന്നു കൊണ്ടേയിരിക്കും. 3-4 മക്കളുള്ളവർ നോക്കിയാൽ പണ്ടത്തെ കാലത്തിൽ ആ വലിയൊരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ ഇന്നില്ല. പക്ഷേ ഇവിടെ ഒരുപാട് മക്കളുണ്ടാകുക, ആ വലിയൊരു കുടുംബം ഉണ്ടാകുക, വലിയ 10-12 മക്കളുള്ളവർ അവരുടെ മക്കളും പേരമക്കളൊക്കെ കളിക്കുമ്പോൾ ചിരിക്കുമ്പോൾ സന്തോഷത്തിൽ ഒരു ബീച്ചിലും പാർക്കിലും പോകുമ്പോൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാകുന്നു. അതേ സന്തോഷം നമ്മുടെ കുടുംബത്തിൽ വരുന്നതുകൊണ്ട് നമുക്കെന്താ ദോഷം? അതുപോലെ മക്കളുണ്ടാവേണ്ടത് എന്താ പറയുക, മക്കളില്ലാതെ ശാരീരികമായ ബന്ധത്തിൽ ഒരുപാട് ഇന്ന് വഴികളുണ്ട്, ഒരുപാട് ഗുളികകളും മരുന്നുകളും കോണ്ടങ്ങളും അങ്ങനെ പല രീതികളുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കൂടുതൽ മക്കളുണ്ടാകുന്നതാണ് നല്ലത്. ചില ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ എങ്ങനെ നോക്കാം, ഞാൻ എന്നെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നു, എൻ്റെ ഒരു കുട്ടിയും കൂടി ഉണ്ടായാൽ എങ്ങനെ ജീവിക്കും എന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. മറിച്ച് അങ്ങനെയല്ല, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും സന്താനങ്ങൾക്കും ജീവിത വിഭവങ്ങൾ നൽകുന്നത് അള്ളാഹുവാണ്, ദൈവമാണ്. ഇതര മതസ്ഥരായ ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവമാണ് ഇതെല്ലാം നൽകുന്നത്, നമ്മളെന്തിനാണ് ബേജാറാക്കുന്നത്? നിങ്ങൾക്ക് ആരാണ് നൽകിയത് അവൻ തന്നെ അവർക്കും നൽകും. അതുപോലെ ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ മരണശേഷം എൻ്റെ മക്കളുണ്ടാവും, 2-3 മക്കളുണ്ട് റബ്ബേ, ചെറുത് വലുതായിട്ടില്ല. പല മരണങ്ങളും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും കേൾക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുടുംബത്തിൻ്റെ അവസ്ഥ ഒരു കുഴപ്പമില്ല. 1-2-3 ദിവസങ്ങൾ ബുദ്ധിമുട്ടും പ്രയാസപ്പെടും, 3 മാസങ്ങൾ, ഒരുപാട് മാസങ്ങൾ പ്രയാസപ്പെടുന്നവരുണ്ട്. അതങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ. ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രയാസങ്ങളുണ്ട് ജീവിതത്തിൽ പ്രയാസം പ്രതിസന്ധി വന്നുകൊണ്ടേയിരിക്കും, മാറി വന്നുകൊണ്ടേയിരിക്കും. അത് തരണം ചെയ്യാൻ ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരാൾ, ഒരു പെൺകുട്ടി, അവരുടെ മക്കൾ അവർ പഠിക്കും, അവർ പുതിയ വഴികൾ നോക്കും, അവർ പുതിയ കച്ചവടങ്ങളോ പുതിയ ജോലികളോ എന്തെങ്കിലും നോക്കും, അവർ ജീവിതത്തിൻ്റെ ഇതിലേക്ക് മടങ്ങി വരും. അപ്പോൾ അവരെ സഹായിക്കാൻ അവരുടെ ആങ്ങളമാരും പെങ്ങന്മാരും അവരുടെ കുടുംബത്തിലുള്ളവരും ഉണ്ടാകും. നമ്മൾ കാണുന്നതാണ്. എത്രയോ ആളുകൾ മരിച്ചുപോയി, എത്രയോ ആളുകൾ സ്വന്തം വീട് കൂടിയാകുന്നതിന് മുമ്പ് മരിച്ചവർ, ഭാര്യയുമായി ജീവിച്ച് മാസങ്ങൾ കൊണ്ട് മരിച്ചവർ, ഒരു കുട്ടിയെ തനിച്ചാക്കി മരിച്ചവർ. ആ പിഞ്ചു കുട്ടിയായിരുന്നു, എങ്ങനെ ആ പിതാവ് മരിച്ചുപോയി? ചില ആളുകൾ വിചാരിക്കും ആ വിധി അത് അള്ളാഹു ചെയ്തത് അനീതിയാണെന്ന് ചില ആളുകൾ പറയുന്ന രീതിയിൽ സംസാരങ്ങളുണ്ട്. അല്ല, അള്ളാഹുവിൻ്റെ എല്ലാ തീരുമാനങ്ങളും നീതിയുള്ളതാണ്. പക്ഷെ നമുക്കത് അറിയില്ല, അതിൻ്റെ പൂർണ്ണമായ നീതി നമുക്കറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ ആ മക്കൾ നല്ല മക്കളായി വരും, വാർത്തെടുക്കപ്പെടും. അതുപോലെ ആ ചെറുപ്പത്തിലുള്ള കഷ്ടപ്പാടുകൾ. ഈ അടുത്ത കാലത്ത് ഒരു വലിയ പണ്ഡിതൻ്റെ പ്രഭാഷണം ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹം പറയാണ്, 7 മക്കളാണ് ഞങ്ങളുണ്ടായിരുന്നത്, ഞങ്ങളെ കൊണ്ട് എന്തിനിങ്ങനെ മക്കളുണ്ടാക്കുന്നത് മാതാവിനോടും പിതാവിനോടും ആളുകൾ ചോദിക്കുമത്രേ. കാരണം അത്രയും ദാരിദ്ര്യത്തിൻ്റെ പടുകുയിലാണ്. കഴിക്കാനുള്ള നമ്മൾ പറയില്ല, കഞ്ഞി കുടിച്ചിട്ട്, കഞ്ഞിവെള്ളം അമ്മമാർ കുടിച്ചിട്ട് മക്കൾക്ക് അതിൻ്റെ വറ്റി വാരി കൊടുക്കുന്ന അവസ്ഥ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഇതൊക്കെയോ ആളുകൾ പറയാൻ തുടങ്ങി. പക്ഷെ അവസാനം അദ്ദേഹം മരിച്ചിട്ട് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ പിതാവിൻ്റെ മയ്യത്ത് പിടിക്കാൻ വേണ്ടി കട്ടിൽ തോളിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ 7 മക്കൾ, അതും നല്ല ശക്തന്മാരായ കരുത്തന്മാരായ അറിയപ്പെട്ട പ്രസിദ്ധന്മാരായ പണ്ഡിതന്മാരായ ആലിമീങ്ങളും ആഫിലിങ്ങളുമായ മക്കളുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അവർക്കൊക്കെയുള്ള മറുപടി ആ ഒരു കാഴ്ച മാത്രം മതി.
ആ മയ്യത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ കൊണ്ടുവന്ന കാഴ്ച ഉണ്ടല്ലോ, അത് മാത്രം മതി. പണ്ട് മറുപടി പറയാൻ ചില മൗനങ്ങൾ മറുപടി പറയും, ചില സംഭവങ്ങൾ ചില ആളുകൾക്ക് മറുപടി പറയും, ചില ശക്തമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ചില പ്രയാസപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വിഷമിച്ച് പ്രയാസപ്പെട്ട് കുത്തിരുന്ന് കരയേണ്ട ആവശ്യമില്ല. അവർക്ക് സമൂഹം മറുപടി പറയും, അല്ലെങ്കിൽ ഈ പ്രകൃതി തന്നെ മറുപടി പറയും, അല്ലെങ്കിൽ അങ്ങനെ മറുപടി പറയുന്ന അവസ്ഥകളുണ്ടാകും. നമ്മളെ വേദനിപ്പിച്ചവരോട് നമുക്ക് ദേഷ്യമില്ല, വിദ്വേഷമില്ല. എന്നാൽ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു, നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് മറുപടി പറയുന്ന നമ്മളെ കണ്ണുകൊണ്ട് തന്നെ കാണും പലപ്പോഴും പല സംഭവങ്ങളും. ആ മറുപടിയായ സംഭവങ്ങൾ നമ്മൾ കാണും. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ വിഷയം സൈക്കോയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളും സമൂഹത്തിലുണ്ട്, പുരുഷന്മാരുമുണ്ട്. ദാമ്പത്യമൊക്കെ മനോഹരമാകാൻ വേണ്ടി നല്ല നല്ല വാർത്തകൾ കേൾക്കുകയും നല്ലത് പഠിക്കുകയും ആയത്തിൽ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ആയത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. പരസ്പരം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ, ഇഷ്ടപ്പെട്ട രീതികൾ പ്രത്യേകം. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ സുഹൃത്തുക്കളായിട്ട് ഇവിടെ പോയി, നമ്മൾ വലിയ മാളിൽ മംഗലാരം ഡ്രസ്സിങ്ങിൻ്റെ. അപ്പോൾ ഞാൻ ഒരുപാട് നൈറ്റ് ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചു, ഡ്രസ്സ് എന്തിനാ? അപ്പോൾ ബെഡ്റൂമിൽ ഡ്രസ്സിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏറ്റവും കൂടുതൽ വില എന്തിനായിരിക്കുമല്ലോ, ഈ നൈറ്റ് ഡ്രസ്സുകൾക്കാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. ഈ ഗൾഫ് കണ്ടിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ വെറുതെ സ്റ്റിക്കറൊക്കെ ഒന്ന് എടുത്ത് നോക്കാം, പ്രവാസികൾ ഭയങ്കര വിലയായിരിക്കും. നമ്മൾ ഷർട്ടിന് 3-4 ദിനാർ കൊടുത്താൽ കിട്ടും. പക്ഷേ നൈറ്റ് ഡ്രസ്സ് ചെറിയ നമുക്കറിയാം അതിൻ്റെ രീതിയും ഭാവവും ഭംഗിയും. അപ്പോൾ അതിന് ഭയങ്കര വിലയാണ് അതിനാണ് ഏറ്റവും കൂടുതൽ വില അധികവും. ഡ്രസ്സിനേക്കാൾ, പാൻറ്റ് ഷർട്ടിനേക്കാൾ, മാക്സിയേക്കാൾ, ഫർദയേക്കാളൊക്കെ വില എന്തിനാണ് നൈറ്റ് ഡ്രസ്സിനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവളുടെ സൗന്ദര്യം അവരുടെ ഡ്രസ്സിലാണ്. അവരുടെ പിന്നെ പ്രത്യേകമായി ഡ്രസ്സ് ചെയ്യുക, പ്രത്യേകമായി മൊയിലാഞ്ചി അണിയുക, സുഗന്ധങ്ങൾ പൂശുക, നല്ല പാടിൽ സംസാരിക്കുക, ഇതൊക്കെയാണ് സൗന്ദര്യം. പലപ്പോഴും പലരും വിചാരിക്കുന്ന മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെയും സൗന്ദര്യമാണ്. അല്ല. എന്തുകൊണ്ട് ഇപ്പം നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ സ്ത്രീകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ എപ്പോഴും ഈ മാക്സിയും ഈ സൽവാറും ഇത് തന്നെ ഇട്ടിട്ട് ആളുകൾക്കൊരു അട്രാക്ഷൻ ഇല്ലാത്ത, ഭർത്താക്കന്മാർക്ക് അട്രാക്ഷൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉറങ്ങി, പിന്നെ വീട്ടിൽ മറ്റു ആളുകളുണ്ട്, അതൊക്കെ മാറി നമ്മളെ ബെഡ്റൂമിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ, അതായത് ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന ഡ്രസ്സുകൾ, പുരുഷൻ്റെ വശം മറിച്ച് നെറ്റ് ഡ്രസ്സ് പോലുള്ള ഡ്രസ്സുകൾ, അർദ്ധനഗ്നമായ ഡ്രസ്സുകൾ, അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. വലിയ വിലയുണ്ടായിന്, പക്ഷേ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സന്തോഷം, സമാധാനം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതം സന്തോഷകരമായി, കുടുംബജീവിതമൊക്കെ സന്തോഷകരമായി ഒരുപാട് സന്താനങ്ങൾ നമുക്കുണ്ടാക്കുകയും സന്തോഷകരമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ.